2160 ഇടാത്ത എന്താണ് ആലോചിക്കുന്നത്. താങ്ക്സ് ടു എവരിവൺ. കേട്ടൂടെയാ മനോജേ? Great choices for the great you. Open your free DMAT. എടാ ഊമ്പിത്തരം പറയല്ലടായിരുന്നു. കൊറേ കുണ്ണാളുണ്ട്, ഉള്ള കാര്യം പറയല്ല. അവന്മാർക്ക് കഴയാങ്ങ്. എൻ്റെ പേര് ജോസഫ്. പക്ഷേ ഇത് എൻ്റെ കഥയല്ല, ഞാനൊരു സൈഡ് ക്യാരക്ടർ മാത്രമാണ്. ഈ കഥ തുടങ്ങുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുതുമുത്തശ്ശനിൽ നിന്നാണ്. ആളുടെ ഒരു കത്തിൽ നിന്നാണ് ആ ലൊക്കേഷൻ എനിക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് ആ ബുക്ക് എൻ്റെ കയ്യിൽ വരുന്നത്. എന്ത് ഷോർട്സാണ് എടുത്ത് വെച്ചേക്കണേ, നൈസ്. ആ ബുക്കിനെ കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചു വന്നപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കുന്നത്. നമ്മൾ നമ്മുടെ മുത്തശ്ശിമാർ പറയുന്ന പല കഥകളും കേട്ടിട്ടുണ്ട്. ചില ആളുകൾ ഈ കഥകളെ മിത്ത് ആയിട്ടും കാണുന്നുണ്ട്. ചിലർ പറയുന്നത് ചില ശക്തികളെ ഭയന്ന് മനുഷ്യർ തന്നെ ഉണ്ടാക്കിയെടുത്ത കഥകളാണ് ഇതൊക്കെയെന്ന്. എന്തെന്നായാലും എനിക്കുറപ്പുണ്ട് നമുക്ക് മുന്നേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇപ്പോഴും എന്തൊക്കെയോ ശക്തികൾ മറച്ചു വെച്ചിരിപ്പുണ്ടെന്ന്. അതിനാണ് ഈ യാത്ര. ഇതൊക്കെ സത്യമാണോ എന്നെനിക്കറിയണം. ലെസ്റ്റർ സെയ്സോ? നീ എന്താ ഇവിടെ? ഒരു മനുഷ്യൻ പോലും വസിക്കാത്ത ഈ നാട്ടിൽ നീ എങ്ങനെ വന്നുപെട്ടു? ഈ സ്ഥലം ഒട്ടും സുരക്ഷിതമല്ല. ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകുക, അതാ നിനക്ക് നല്ലത്. ഞാന് ഇങ്ങേരെ തപ്പി വന്നത്.
ഇയാളെ പറ്റി ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ? ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ കേട്ട കഥകളൊക്കെ അപ്പോൾ സത്യമാണോ അതോ എല്ലാം കെട്ടുകഥകളാണോ? നിനക്കറിയോ, പല കഥകളും കേട്ടാൽ ഭയപ്പെടുത്തുന്ന പല കഥകളും ഈ ലോകത്ത്. നിങ്ങൾ ഈ മിത്ത് എന്ന് പറഞ്ഞു നടക്കുന്ന പല കഥകളും സത്യമാണെന്ന് കേട്ടാൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നീ ആ കണ്ട പടം, ആ ആളും. പണ്ട് കാലങ്ങൾക്ക് മുന്നേ ആസ്കാഡ് എന്നൊരു മഹാരാജൻ നിലകൊണ്ടിരുന്നു. അവരെ എതിർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലായിരുന്നു. എന്നാൽ അത് അത്രയും കാലം നീണ്ടു നിന്നില്ല. ആസ്കാഡ് മഹാരാജ്യത്തെ ഓൾഫാദർ മഹാരാജാവിന് കുറേയധികം വിപത്തുകൾ ഉണ്ടാവാൻ തുടങ്ങി. പരാജയം മാത്രം കണ്ട് ദേഷ്യപ്പെട്ട മഹാരാജാവ് യുഗങ്ങളുടെ പാറക്കെട്ടുകൾ എന്ന് വിശേഷിക്കപ്പെട്ട തന്റെ മകന് പുനർജന്മം നൽകാൻ തീരുമാനമെടുക്കുന്നു. രാജാവ് തന്റെ മാന്ത്രിക ശക്തികൾ ഉപയോഗിച്ച് പിശാചുക്കളുടെ നരകത്തിൽ നിന്ന് അവനെ വീണ്ടും ലോകത്തിലോട്ട് തന്നെ തിരിച്ചു വിളിച്ചു. അവൻ ഈ ലോകത്തിന് എന്നെ വിപത്താണെന്ന് അറിഞ്ഞിട്ടും രാജാവ് അവന് പുനർജന്മം കൊടുത്തു. ഒരു ശക്തിക്ക് പോലും എതിർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു യോദ്ധാവായിരുന്നു അവൻ. വെയിറ്റ്. ഈ കഥയും നമ്മുടെ ആളും തമ്മിൽ എങ്ങനെയാണ് ബന്ധം? നിങ്ങൾ പറഞ്ഞു വരുന്നതപ്പോൾ ഈ കഥയിലുള്ള ആളാണ് ഇതെന്ന്. ഹൗസ് ഇറ്റ് പോസിബിൾ? എനിക്കത് വ്യക്തമാവുന്നില്ല. അതാണ് മോനെ ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളെ പഠിക്കാത്തതും നിങ്ങൾ കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് ഈ ഭൂലോകത്ത്. അതുകൊണ്ടാണ് അവൻ്റെ രൂപം ആർക്കും മനസ്സിലാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് തൻ്റെ മാന്ത്രിക കല്ലുകൾ അവന് നൽകി. അവനെ അനശ്വരമായ ഒരു യോദ്ധാവാക്കി മാറ്റി. അങ്ങനെ അവൻ പല രൂപങ്ങളും സ്വീകരിച്ച് ഒരു മഹാനായ യോദ്ധാവായി നിലകൊണ്ടു. Nice shot, baby. കൊടു അതടിച്ച ക്ലിപ്പാണേ. ഏതാ ഇറങ്ങാൻ രണ്ടുപേരെ 3 പേരെ എടുത്ത് ഞാൻ 1 HP 4 പേരെ എടുത്ത് 1 HP എങ്കടാ തങ്കം പോற വിഷയം. അയ്യോ വിഷയമാണ് സ്മോക്ക്.
അവന് കിട്ടിയ ഈ വരത്തിൽ ഏറ്റവും ശക്തമായ രൂപം, ഓ ഏതൊരു ശക്തിയും ക്യാരക്ടറിന്റെ എതിർക്കാൻ ഭംഗിയുണ്ട്, ഭയന്നു നൈസല്ലേ? പോകുന്ന ഒരു രൂപം. പരുന്തുവാസു. ഓ, ഞാനിപ്പോൾ എന്താ കേട്ടത്? അപ്പോൾ ആ ബുക്കിലുള്ള കുറേ കാര്യങ്ങൾ സത്യമാണല്ലേ? അപ്പോൾ ഇതൊക്കെ സത്യമാണെങ്കിൽ ആ ആള് ഇപ്പോഴുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണുള്ളത്? ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് അവൻ തെറ്റുകളെ എതിർക്കാൻ തൻ്റെ രൂപങ്ങളിൽ ഏറ്റവും ശക്തിയായ രൂപത്തിലോട്ട് മാറി. അവിടെ അവൻ ഒരു സൈന്യത്തെ ആവശ്യമുണ്ടായിരുന്നു. അവൻ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ തുടങ്ങി. ജനങ്ങൾ അവനെ ദൈവത്തെ പോലെ കാണാൻ തുടങ്ങി. തെറ്റും ശരിയും വഞ്ചനയും പിണക്കവും ഇണക്കവും സൗഹൃദവും അവനെ ഒരു അനശ്വരനായ ഒരു വ്യക്തിയാക്കി മാറ്റി. ആപത്തുകളിൽ തൻ്റെ സുഹൃത്തുക്കളെ രക്ഷിക്കാൻ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഒരു കാവൽക്കാരനായി പരുന്തുവാസു എന്ന പേരിൽ അവൻ നിലകൊണ്ടു. അമ്മോ, തൻ്റെ സാമ്രാജ്യത്തിന് അവൻ ഒരു നാമവും നൽകി, PPA. ബ്രോ, എൻ്റെ കൂടെ കളിക്കുന്ന പിള്ളേരെ കൊണ്ടുവന്ന് ഇതിൻ്റെ ചുറ്റും നിർത്തിയ ഈ ഒരു ഫേസ് ക്യാം തികയത്തില്ല. ഏതവനാണേലും അവനെ ഇപ്പോ എതിർക്കാൻ പോവാതിരിക്കുന്നതാണ് നല്ലത്. നീ ദൈവം സാത്താന്മാരെ കൂട്ടുപിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതാണിപ്പോ അവന്റെ രൂപം. അമ്മോ, അതെത്ര ഫ്രെയിം അത്! ഒരു ശക്തിക്ക് പോലും തടുക്കാൻ പറ്റാത്ത ഒരു രക്തരാക്ഷസനാണ് അവൻ. കൂടെയുള്ള സാത്താന്മാർക്കൊപ്പം അവനൊരു വജ്രായുധവും നിർമ്മിച്ചു. So this is not a myth. ഇയാൾക്ക് അവിടെ പോയി ഇങ്ങേരിത് ഇത്ര ധൃതി പിടിച്ചിട്ട് ഈ കഥയും പറഞ്ഞ് അവസാനിക്കാണ്ട് അവിടെ പോയി. എന്നാൽ ഈ ബുക്കിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഇയാൾക്ക് എങ്ങനെ അറിയാം? ഇയാൾ എന്തായാലും ഒന്ന് കണ്ടുപിടിക്കണോ? എന്തായാലും ഒക്കെ സാത്താന്മാരൊക്കെ ഈ ഭൂമിയിൽ ഇപ്പോഴും ഉണ്ട്.
നിന്നോട് തെറ്റുകൾ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ കല്ലറ നിനക്ക് വേണ്ടിയല്ല ഞാൻ നിർമ്മിച്ചത്. പക്ഷെ അന്ന് നിന്നെ ഇതിലെനിക്ക് അടക്കേണ്ടി വന്നു. അവൻ തൻ്റെ ജീവിതത്തിൻ്റെ പാതിയും ആ കല്ലറയിലാണ് ജീവിച്ചത്. തൻ്റെ കയ്യിലെ ഏറ്റവും വലിയ ശക്തി അവൻ മനസ്സിലാക്കിയത് ആ നരകത്തിൽ നിന്നാണ്. പക്ഷെ ഇതിനുള്ളിൽ നീ നേരിട്ട കഥകളെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു കല്ലറ നിനക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന്. നിന്നിലെ പോരായ്മ അവർ കണ്ടുപിടിക്കുന്നതുവരെ നീ ജീവിക്കും. ഇത് നിനക്ക് നരകമല്ല, സ്വർഗത്തിന്റെ വാതിലാണ്. Gang house. ഓ! എന്റെ അളിയാ അച്ചാതി. Bro. உலகம் சாற்றவன் பருந்து. എന്റെ അമ്മോ, എന്റെ അമ്മേ, എന്താണ് നമ്മളിപ്പോ കണ്ടത്? സിനിമയാ അളിയ, രോമാഞ്ചം. സീരിയസ് ആയിട്ട് ഭയങ്കര അടിപൊളി കോൺസെപ്റ്റ് ബ്രോ. ജാതി കോൺസെപ്റ്റ്. ഇത്